ഇത്തവണത്തെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ജില്ലാ കുടുംബശ്രീ മിഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റിവലിനുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത്. നവംബർ 15-ന് രജിസ്ട്രേഷൻ അവസാനിക്കും. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 8 ഒട്ടേറെ വൈവിധ്യങ്ങളോടെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആകെ 50 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വ്യാപാരോത്സവത്തിൽ 15 കോടി രൂപയും ഉപഭോക്താക്കൾക്ക് സമ്മാനമായി ലഭിക്കത്തക്ക വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മേള കൂടുതൽ ജനകീയവും ആകർഷകവുമാക്കുന്നതിനായി ഷോപ്പുകളുടെ രജിസ്ട്രേഷൻ കുടുംബശ്രീ മിഷനാണ് നൽകിയിട്ടുള്ളത്. ജില്ലാ കുടുംബശ്രീ മിഷനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രജിസ്ട്രേഷനിൽ ഏതാണ്ട് 3000-ലധികം പ്രമുഖ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്ട്രേഷൻ പ്രക്രിയ നവംബർ 15-ന് അവസാനിക്കും. കുടുംബശ്രീയിലൂടെ ലഭിക്കുന്ന പ്രചരണം വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സന്ദേശ പ്രചരണത്തിനായി ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നുണ്ട്. പ്രീമിയം വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്ത കടകളുടെ വിവരങ്ങളും വിലക്കുറവുകളും സമ്മാനങ്ങളും ഇതിലൂടെ പ്രചരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊപ്പം ആദ്യമായി ഷോപ്പിംഗ് മാഗസീനും പുറത്തിറങ്ങുന്നുണ്ട്. ഇത്തവണത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങളിൽ ക്യാഷ് ഡിസ്കൌണ്ട് കൂപ്പണുകളും സ്വർണ്ണ നാണയങ്ങളും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമ്മാനമായി ലഭിക്കുന്ന ക്യാഷ് ഡിസ്കൌണ്ട് അതത് സ്ഥാപനങ്ങളിൽ തന്നെ വിപണനത്തിന് ഉപയോഗിക്കുക വഴി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ കച്ചവടം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും. 100 കൂപ്പൺ വാങ്ങുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും 6 സമ്മാനങ്ങളെങ്കിലും ലഭിക്കത്തക്ക വിധത്തിലാണ് സമ്മാന ഘടന ക്രമീകരിച്ചിരിക്കുന്നത്. 1.5 കോടി രൂപയുടെ മെഗാ സമ്മാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ 1-ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോട്ടയത്ത് നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ബിസിനസ് ടൈം പൂർണ്ണമാവുന്നു.